കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമാൻ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ യുദ്ധകാന്ഡം 14 സർഗത്തിൽ 41 ശ്ലോകം കഴിഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പോൾ ആ 2-3 ശ്ലോകത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ 14 വർഷം തികയണ ദിവസമാണ് ഭരദ്വാജ ആശ്രമത്തിൽ എത്തിയത്. ഭഗവാനി പിറ്റേ ദിവസം തന്നെ ഭരതൻ്റെ അടുത്ത് എത്താതിരുന്നാൽ ഭരതൻ പണ്ട് പ്രതിജ്ഞ ചെയ്ത പോലെ തീയിൽ ചാടി ദേഹം ത്യജിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് താൻ എത്തിയ വിവരം ഭരതനെ അറിയിക്കേണ്ടത് ആവശ്യമാണെന്ന് വിചാരിച്ചിട്ട് ഹനുമാനോട് പറയുകയാണ്, അയോധ്യയിലേക്ക് വേഗം പോയി ഞാൻ ഇവിടെ എത്തിയെന്ന് അറിയിക്കൂ, അവിടെ എല്ലാവർക്കും സൗഖ്യമല്ലേ എന്ന് അറിഞ്ഞു വരൂ. മാത്രമല്ല പോണ വഴിയിൽ ശൃംഗവേരപുരത്ത് എത്തിയാൽ എൻ്റെ വളരെ പരമഭക്തനായ മിത്രവുമായിട്ടുള്ള ഗുഹനോട് ഞാൻ സീതാലക്ഷ്മണ സഹിതനായിട്ട് എത്തിയിരിക്കണ വർത്തമാനവും അറിയിക്കൂ എന്ന് പറഞ്ഞതാണ് നമ്മൾ നിർത്തിയത്. ഇനി 42-ഉം 43-ഉം ഇന്ന് നമുക്ക് തുടങ്ങാം. നന്ദിഗ്രാമം തതോ ഗത്വാ ഭ്രാതരം ഭാരതം മമ ദൃഷ്ട്വാ ബ്രൂഹി സഭാര്യസ്യ സഭ്രാതു കുശലം മമ സീതാപഹരണാദീനി രാവണസ്യ വധാധികം ബ്രൂഹി ക്രമേണ മേ ഭ്രാതു സർവം തത്ര വിചേഷ്ടിതം. തതഃ നന്ദിഗ്രാമം ഗത്വ, നന്ദിഗ്രാമത്തിലാണ് ഭരതനെ, അയോധ്യയിലല്ല. അതിനുശേഷം അയോധ്യയിൽ പോയി എല്ലാവരെയും സുഖമൊക്കെ അറിഞ്ഞു വരൂ എന്ന് പറഞ്ഞു. പിന്നെ ഗുഹൻ്റെ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നന്ദിഗ്രാമം ഗത്വ, നന്ദിഗ്രാമത്തിൽ പോയിട്ട് മമ എൻ്റെ ഭ്രാതരം സഹോദരനായ ഭരതം ദൃഷ്ട്വ, ഭരതനെ കണ്ടിട്ട് സഭാര്യസ്യ ഭാര്യയോടുകൂടിയവനും സഭ്രാതു അതായത് ഭ്രാതാവോടുകൂടിയവനുമായ മമ കുശലം, ഞാൻ സീതാലക്ഷ്മണ സഹിതനായിട്ട് മമ കുശലം ബ്രൂഹി ഞാൻ സുഖമായി തിരിച്ചെത്തിയ വിവരം പറയൂന്ന്. സീതാപഹരണാദീനി സീതയുടെ അപഹരണം ആദിയായിട്ടുള്ളവയും രാവണൻ്റെ വധാധികം വധം മുതലായവയും തത്ര അവിടെ സർവം വിചേഷിതം നമ്മൾ നടത്തിയ എല്ലാ പ്രവൃത്തികളെയും പറ്റിയിട്ട് ക്രമത്തിൽ മേ ഭ്രാതു എൻ്റെ ഭ്രാതാവിനോട് പറഞ്ഞാലും വിവരമൊക്കെ പറയാം, അത്ര തന്നെ ഇപ്പോൾ ഇതിലുള്ളൂ. അതായത് ഗുഹനോട് വിവരം പറഞ്ഞ ശേഷം നന്ദിഗ്രാമത്തിലേക്ക് പോവൂ, അവിടെ വസിക്കുന്ന എൻ്റെ അനുജനായ ഭരതനെ കാണണം, എന്നിട്ട് സീതാലക്ഷ്മണ സഹിതനായിട്ട് ഞാൻ സുഖമായിരിക്കുന്നു എന്ന് പറയണം. ഞങ്ങൾ കാട്ടിൽ പ്രവേശിച്ചതിന് ഉണ്ടായിട്ടുള്ള എല്ലാ വിവരങ്ങളും പറയണം. അതായത് സീതയെ അപഹരിച്ചത്, രാവണനെ വധിച്ചത് മുതലായ എല്ലാം ഭരതനോട് പറയൂ. അതായത് ഭരതനെ ആരാണ് ഭരതൻ എന്ന് ഇതുവരെ കണ്ടിട്ടില്ല ഹനുമാനെ. അപ്പോൾ ആരാന്ന് ഊഹിച്ചിട്ട് വേണം. അതായത് ആരാണ് എൻ്റെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റിയ ആ ആളാണ് എൻ്റെ അനിയെന്ന് ഇൻഡയറക്റ്റായിട്ട് പറയാം അല്ലേ. ഭഗവാന്റെ വരവും കാത്തിരിക്കുകയാണല്ലോ. അങ്ങനെ ഒരാളെ കണ്ടാൽ തീർച്ചയായും അത് ഭരതനാണെന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഈ 42-ഉം 43-ഉം വായിച്ചിട്ട് 44-ഉം 45-ഉം ചെയ്യാം കേട്ടോ. നന്ദിഗ്രാമം തതോ ഗത്വാ ഭ്രാതരം ഭാരതം മമ ദൃഷ്ട്വാ ബ്രൂഹി സഭാര്യസ്യ സഭ്രാതു കുശലം മമ. സീതാപഹരണം തൊട്ടൊന്നും അറിയില്ല കഥയെ. കാരണം അപ്പോൾ കാട്ടിൽ വന്ന് പാതുകം കൊണ്ടുപോയതിന് ശേഷമുള്ളതൊക്കെ പറയണമല്ലോ. സീതാപഹരണാദീനി രാവണസ്യ വധാധികം ബ്രൂഹി ക്രമേണ മേ ഭ്രാതു സർവം തത്ര വിചേഷ്ടിതം. ഇതുവരെയുള്ള എല്ലാ കഥയും പറയാൻ പറഞ്ഞു കേട്ടോ. 44-ഉം 45-ഉം ഹത്വാ ശത്രുഗണാൻ സർവാൻ സഭാര്യ സഹ ലക്ഷ്മണ ഉപയാതി സമൃദ്ധാർത്ഥ സഹ ഹൃക്ഷഹരീശ്വരൈഃ ഇത്യുക്ത്വാ തത്ര വൃത്താന്തം ഭരതസ്യ വിചേഷ്ടിതം സർവം ജ്ഞാത്വാ പുനഃ ശീഘ്രം ആഗച്ഛ മമ സന്നിധിം. സർവാൻ ശത്രുഗണാൻ എല്ലാ ശത്രുക്കളെയും ഹത്വ നിഗ്രഹിച്ചിട്ട് ഭാര്യയോടുകൂടിയവനും സഹ ലക്ഷ്മണനോടുകൂടിയവനും ഹൃക്ഷഹരീശ്വരൈഃ സഹ അതായത് വാനരന്മാരോടും രാക്ഷസന്മാരോടും കൂടി
സമ്പൂർണമായി സാധിച്ച കാര്യം, അതായത് പോയ കാര്യം വേണ്ട പോലെ സാധിച്ചവനായിട്ട് ഉപായാദി ഇവിടെ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. ഇതി ഉക്ത്വ, ഇപ്രകാരം ആ സന്തോഷ വർത്തമാനം പറഞ്ഞിട്ട് തത്ര വൃത്താന്തം, അവിടുത്തെ വിവരങ്ങളൊക്കെ ഭരതസ്യ വിജേഷിതം, ഭരതൻ്റെ വിശേഷങ്ങളെയും സർവം ജ്ഞാത്വ, എല്ലാം അറിഞ്ഞിട്ട് പുനഃ ശീഘ്രം, പിന്നെ വേഗം മമ സന്നിധിമാഗച്ഛ, എൻ്റെ അടുത്തേക്ക് എന്നെ മടങ്ങി വരുമെന്ന്. അതായത് സകല ശത്രുക്കളെയും നിഗ്രഹിച്ചിട്ട് ഭാര്യയായ സീതയും ലക്ഷ്മണനോടും കൂടി പിന്നെ ജാമ്പുവാൻ മുതലായ വൃക്ഷാധീശ്വരന്മാരും സുഗ്രീവൻ തുടങ്ങിയ വാനരന്മാരും ഒക്കെ കൂടി സർവകാര്യവും സാധിച്ച് കൃതാർത്ഥനായിട്ട് ഞാൻ വന്നിരിക്കുന്നു എന്ന് അറിയിക്കണം. അപ്പോൾ അവിടെ നടക്കണ, അതായത് ഭരതൻ്റെ എല്ലാ വിശേഷങ്ങളും സകല ഭാവത്തെയും നന്നായി അറിഞ്ഞ ശേഷം വേഗം എൻ്റെ അടുത്തേക്ക് തന്നെ വരൂ എന്ന് പറഞ്ഞു. അതായത് ഹനുമാനോട് പോയി വരാൻ പറഞ്ഞു. അതായത് പിന്നെ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഭരതൻ ഒട്ടും രാജ്യം ഭരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്നാൽ ശ്രീരാമന് വേണ്ടി രാജ്യം വേണ്ട പോലെ ഭരിക്കും ചെയ്യും. ആ ഭരതൻ്റെ പരമമായിട്ടുള്ള ഭക്തിയെ ഭഗവാന് നല്ലോണം അറിയാം. അങ്ങനെ അതെന്താ വെച്ചാൽ, എന്താ അറിയോ, ഈ ഭരതനെ എല്ലാം അറിയിക്കണമെന്ന്, എല്ലാം ഭരതൻ വേണ്ട പോലെ രാജ്യം ഭരിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയാം കേട്ടോ. അതായത് എത്രയേലും ഭരതനെ പോലെ ആരും ഉണ്ടാവില്ല എന്നൊക്കെ നന്നായിട്ട് അറിയാം. എന്നിട്ടാണ് പറയണത് കേട്ടോ. പക്ഷേ ഹനുമാനോട് പോയി പറഞ്ഞു വരാൻ പറയണത്. ഹത്വാ ശത്രുഗണാൻ സർവാൻ സഭാര്യ സഹ ലക്ഷ്മണ ഉപയാതി സമൃദ്ധാർത്ഥ സഹ ഹൃക്ഷഹരീശ്വരീ ഇത്യുക്ത്വാ തത്ര വൃത്താന്തം ഭരതസ്യ വിചേഷ്ടിതം സർവം ജ്ഞാത്വാ പുനഃ ശീഘ്രമാഗച്ഛ മമ സന്നിധിം. അതൊക്കെ പോയി പറഞ്ഞു വരൂ എന്ന് പറഞ്ഞു. ഇനി 46 ഒരു വരിയുണ്ട് കേട്ടോ. അല്ലാതെ തഥേതി ഹനുമാംസ്തത്ര മാനുഷം വപുരാസ്ഥിത. 46 നന്ദിഗ്രാമം യയൗ തൂർണം വായുവേഗേന മാരുതി ഗരുൽമാനിവ വേഗേന ജിഘൃക്ഷൻ ഭുജഗോത്തമം തഥ ഇതി. ഓക്കെ, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് ഹനുമാൻ തത്ര അവിടെ മാനുഷം ബബു മനുഷ്യശരീരത്തെ ആസ്ഥാനം ചെയ്തു. ഭുജഗോത്തമം ഉത്തമ സർപ്പത്തെ ജിഘൃക്ഷൻ ഗ്രഹിപ്പാനിച്ഛിക്കുന്ന ഗരുൽമാൻ മീൻസ് ഗരുഡൻ എന്ന പോലെ വായുവേഗേന വായുവിൻ്റെ വേഗത്തിൽ മാരുതി മീൻസ് ഹനുമാൻ നന്ദിഗ്രാമത്തെ തൂർണം യയോ വേഗെത്തി. അതായത് അതെ അങ്ങയുടെ കൽപ്പന പ്രകാരം തന്നെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹനുമാൻ ഒരു മനുഷ്യൻ്റെ ആകൃതി സ്വീകരിച്ചു പറയുന്നുണ്ട്. അതെനിക്കൊരു വളരെ അത്ഭുതമായിട്ട് തോന്നുക. ഹനുമാൻ കുരങ്ങനായിട്ടല്ല പോയേ, വാനരനായിട്ടല്ല പോയേ. ശരി, അങ്ങ് പറഞ്ഞ പോലെ ചെയ്യാമെന്ന് പറഞ്ഞ് വേഗം ഒരു മനുഷ്യാകൃതി അങ്ങോട്ട് സ്വീകരിച്ചു. എന്നിട്ട് ഒരു നല്ല പാമ്പിനെ പിടിക്കാൻ എങ്ങനെയാണ് ഗരുഡൻ വേഗം പോവുക, അതുപോലെ വായുവേഗത്തിൽ നല്ലൊരു പാമ്പിനെ തിന്നാൻ വിശക്കുണ്ടോ ഞാച്ചുള്ളി ഗരുഡന്. നല്ലൊരു പാമ്പിനെ ഉണ്ടെങ്കിൽ ആ പാമ്പിനെ ലഭിക്കാൻ വേണ്ടി എത്ര വേഗം പോവും ഇല്ലേ? ഒരു എര വിശക്കണ സമയമാണെങ്കിൽ വിശക്കണ ഒരു എരയെ പിടിക്കാൻ, അതുപോലെ ഗരുഡൻ വിശക്കണ ഒരു എരയായിട്ടുള്ള പാമ്പിനെ പിടിക്കാൻ എത്ര വേഗം പോവും. അതുപോലെ വായുവേഗത്തിൽ നന്ദിഗ്രാമത്തിലേക്കായിട്ട് ഹനുമാൻ പുറപ്പെട്ടു. പക്ഷേ നമ്മൾ വളരെ അത്ഭുതമാണ്, ഒരു മനുഷ്യവേഷം കെട്ടിയിട്ടെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. തഥേതി ഹനുമാംസ്തത്ര മാനുഷം വപുരാസ്ഥിത. മാനുഷം വപുച്ചാൽ ശരീരമാണല്ലോ, മനുഷ്യൻ്റെ ശരീരം എടുത്തു. നന്ദിഗ്രാമം യയൗ തൂർണം വായുവേഗേന മാരുതി ഗരുൽമാനിവ വേഗേന ജിഘൃക്ഷൻ ഭുജഗോത്തമം. പാമ്പിനെ പിടിക്കാൻ പോണ ഗരുഡനെ പോലെ വേഗം പോയി. 47 ശൃംഗവേരപുരം പ്രാപ്യ ഗുഹമാസാദ്യ മാരുതി ഉവാച മധുരം വാക്യം പ്രഹൃഷ്ടേനാന്തരാത്മന. ആദ്യം ശൃംഗവേരപുരത്ത് പോയി, അതായത് ഗുഹൻ്റെ സ്ഥലത്ത്. ശൃംഗവേരപുരം പ്രാപ്യ, അവിടെ ശൃംഗവേരപുരത്ത് എത്തിയിട്ട് ഗൃഹം ആസാദ്യ ഗുഹൻ്റെ അടുത്ത് എത്തിയിട്ട് മാരുതി മീൻസ് ഹനുമാൻ പ്രഹൃഷ്ടേന സന്തോഷത്തോടുകൂടി അന്തരാത്മന സന്തോഷിച്ച മനസ്സോടുകൂടി എന്നർത്ഥം. പ്രഹൃഷ്ടേന അന്തരാത്മന വെച്ചാൽ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് മധുരമായ വാക്യ ആരോട് പറഞ്ഞു? ഗുഹനോട് പറഞ്ഞു. ഹനുമാൻ ശൃംഗവേരപുരത്തിൽ പ്രവേശിച്ചു. ഗുഹനെ കണ്ടപ്പോൾ തന്നെ ഹനുമാൻ്റെ മനസ്സിന് അത്ര ആനന്ദം ഉണ്ടായി.
കാരണം ഭഗവാൻ അത്ര വേണ്ടപ്പെട്ട ഭക്തനാണ്. അതുകൊണ്ടാണ് ഹനുമാനും ഭക്തനാണല്ലോ. അപ്പോൾ 2 ഭക്തന്മാർ കാണുകയാണ്, ഭക്തസംഗമാണ്. അതുകൊണ്ടാണ് ആനന്ദം ഉണ്ടായത്. മനസ്സിന് അത്യാനന്ദം അനുഭവപ്പെട്ടതിനാൽ മധുരമായിട്ട് ഇപ്രകാരം പറഞ്ഞു എന്നാണ്. എന്താണ് ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? അപ്പം ഇത് വായിക്കാം. ശൃംഗവേരപുരം പ്രാപ്യ ഗുഹമാസാദ്യ മാരുതി ഉവാച മധുരം വാക്യം പ്രഹൃഷ്ടേനാന്തരാത്മനാം. ഇനി രാമോദാശരഥി ശ്രീമാൻ സഖാതേ സഹസീതയാ സലക്ഷ്മണസ്ത്വാം ധർമാത്മാ ക്ഷേമീ കുശലമബ്രവീത്. ധർമാത്മാ മീൻസ് എന്താ? ധർമ്മസ്വരൂപനും ശ്രീമാനും ശ്രീമാനും തേ സഖ അങ്ങയുടെ സഖാവും ആയിട്ടുള്ള, അല്ലെങ്കിൽ ശരിക്കും അങ്ങയുടെ നാഥൻ എന്ന് പറയാം, ദാശരഥി ദശരഥൻ്റെ പുത്രൻ ആയിട്ടുള്ള ശ്രീരാമൻ സീതയാ സഹ സീതയോടുകൂടി ലക്ഷ്മണനോടും കൂടി. അങ്ങനെയാണ് പോയത് കാട്ടിലേക്കെന്ന് ഗുഹനറിയാം. ഗുഹനല്ലേ തോണി കടത്തിയേ സീതയും ലക്ഷ്മണനും കൂട്ട്. ക്ഷേമി സന്തോഷത്തോടും ക്ഷേമത്തോടും കൂടി ത്വാം അങ്ങയോട് കുശലം അബ്രവീത് അങ്ങയുടെ അവരുടെ സൗഖ്യമാണെന്നും അങ്ങയുടെ സൗഖ്യം അറിഞ്ഞു വരാൻ എന്നോട് പറഞ്ഞു. അതാണ് ധർമ്മം സ്വരൂപനും, ധർമ്മം തന്നെ സ്വരൂപം ധരിച്ചവനാണല്ലോ ഭഗവാൻ. ധർമ്മിഷ്ഠന്മാരുടെ ധർമ്മിഷ്ഠനല്ലേ. അപ്പോൾ ധർമ്മം തന്നെ സ്വരൂപം ധരിച്ചു വന്നവനും പിന്നെ ശ്രീമാനും മീൻ സൗന്ദര്യം എല്ലാം തികഞ്ഞ ആളല്ലേ. പിന്നെ ദശരഥപുത്രനും അങ്ങയുടെ മിത്രം എന്നാ പറഞ്ഞെന്ന് ശ്രീരാമൻ സീതാലക്ഷ്മണ സമേതനായിട്ട് സുഖമായിട്ട് അങ്ങയോട് സൗഖ്യം അറിയിക്കുന്നു. അവർക്ക് സുഖമാണെന്നുള്ള വിവരം എന്നോട് പറയാൻ പറഞ്ഞു. അങ്ങോടെന്നർത്ഥം ചുരുക്കം. രാമോദാശരഥി ശ്രീമാൻ സഖാതേ സഹസീതയാ സലക്ഷ്മണസ്ത്വാം ധർമാത്മാ ക്ഷേമി കുശലമബ്രവീത്. അനുജ്ഞാതോദ്യമുനിനാ ഭരദ്വാജേന രാഘവ ആഗമിഷ്യതി തം ദേവം രക്ഷസി ത്വം രഘൂത്തമം. ഭരദ്വാജേന മുനിന, ഭരദ്വാജ മുനിയാൽ അനുജ്ഞാത രാഘവ, അതായത് സമ്മതം നൽകപ്പെട്ട രാമൻ അദ്യ ആഗമിഷ്യതി, അതായത് എന്താണ് ഭരദ്വാജ മുനി അയോധ്യയിലേക്ക് പൊക്കോളൂ പറഞ്ഞി. അപ്പോൾ ഭരദ്വാജയുടെ അനുഗ്രഹത്തോടു കൂടി പറയാം. ഭരദ്വാജ മുനിയുടെ അനുഗ്രഹത്തോടു കൂടി ഇതാ രാമൻ ഇപ്പം വരും. രഘുത്തമം തം ദേവം, രഘുശ്രേഷ്ഠനായ ദേവനെ ത്വം ദൃക്ഷസി, നിനക്ക് കാണാൻ സാധിക്കും, ദർശനം കിട്ടും നിനക്ക്. അതായത് ഭരദ്വാജമുനിയുടെ ആശ്രമത്തിലാണ് അപ്പോൾ ഭഗവാൻ. ഭരദ്വാജമുനിയുടെ അനുഗ്രഹത്തോടു കൂടി, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും അനുവാദത്തോടു കൂടി ഇപ്പം വരും. അങ്ങനെ നിനക്ക് ഭഗവാനെ, ആ ദേവനെ നിനക്കിപ്പോൾ കാണാം, നിനക്ക് ദർശനം ലഭിക്കും. അനുജ്ഞാതോദ്യമുനിനാ ഭരദ്വാജേന രാഘവ ആഗമിഷ്യതി തം ദേവം ദ്രക്ഷ്യസി ത്വം രഘൂത്തമം. ഏവമുക്ത്വാ മഹാതേജാഃ സംപ്രഹൃഷ്ടതനൂരുഹം ഉൽപ്പപാത മഹാവേഗോ വായുവേഗേന മാരുതിഃ. കേട്ടോ, മഹത്തായ തേജസ്സോടുകൂടിയവൻ സംപ്രഹൃഷ്ട തനൂരുഹം, അത്യന്തം സന്തോഷം ആയിട്ടേ അതാണ് പിന്നെ തനുരുഹം എന്ന് പറഞ്ഞു. അതായത് സന്തോഷമായിട്ട് രോമാഞ്ചം ഉണ്ടായി കൂടിയവനോട് ഏവം മുക്ത്വ, അതായത് ഇത് ഭഗവാന്റെ വർത്തമാനം കേട്ടപ്പോൾ ശരിക്കും ഗുഹൻ രോമാഞ്ചമണിഞ്ഞു, അത്ര സന്തോഷമായി. അവനോട് ഏവം മുക്ത്വ ഇപ്രകാരം പറഞ്ഞിട്ട് മാരുതി വേഗം മഹത്തായ ശക്തിയോട് കൂടിയിട്ടുള്ള ഈ ഹനുമാൻ വായുവേഗത്തോടു കൂടി ഉൽപ്പപാത ചാടി അവിടുന്ന് പോയി, ആകാശത്തിലേക്ക് ചാടി അവിടുന്ന് പോയി. അതായത് ശ്രീരാമൻ്റെ വാക്കും ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതയ്ക്കും സുഖമാണെന്നൊക്കെ ഉള്ള നല്ല മധുരമായ വാക്യം ഹനുമാൻ്റെ വായന്നങ്ങട് കേട്ടപ്പോൾ, അതായത് ആ ശ്രീരാമനാമം ശ്രവിച്ചപ്പോൾ തന്നെ ഈ ഗുഹന് ശരിക്കും ദേഹം മുഴുവൻ കോൾമയിർ കൊണ്ടു ഗുഹൻ. എന്നിട്ട് പിന്നെ ഇങ്ങനെ ആ മഹാതേജസ്വിയും മഹാശക്തനുമായിട്ടുള്ള ഹനുമാൻ ഗുഹനോട് ഇപ്രകാരം പറഞ്ഞ ഉടനെ വായുവേഗത്തിൽ ആകാശത്തിലേക്ക് ചാടിയെന്ന്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പോയി ചാടുകയാണ്. അപ്പോൾ ശരിക്കും തന്നെ അത്ര ഭക്തിൻ്റെ ഗുഹനെ ശ്രീരാമൻ്റെ പേര് കേട്ടപ്പോൾ കോൾമയൂർ കൊണ്ടു എന്നാണ് പറഞ്ഞത്. അതായത്
അത്ര രോമാഞ്ചമുണ്ടായി. അത് കഴിഞ്ഞ് ഹനുമാൻ പോവുകയും ചെയ്തു. ഏവമുക്ത്വാ മഹാതേജാഃ സംപ്രഹൃഷ്ടതനൂരുഹം ഉൽപ്പപാത മഹാവേഗോ വായുവേഗേന മാരുതിഃ. ഇനി 51. സോപശ്യദ്രാമതീർത്ഥം ച സരയും ച മഹാനദീം താമതിക്രമ്യ ഹനുമാൻ നന്ദിഗ്രാമം യയൗ മുദാ. ഹനുമാൻ, ആ ഹനുമാൻ രാമതീർത്ഥം ച, രാമതീർത്ഥത്തെയും രാമേശ്വരവും മഹാനദിയും സരയും ച, മഹാനദിയായ സരയുവിനെയും അപശ്യത് കണ്ടു, താം അതിക്രമ്യ അതിനെ കടന്ന് മുദ സന്തോഷത്തോടുകൂടി നന്ദിഗ്രാമം, നന്ദിഗ്രാമത്തെ യയൗ നന്ദിഗ്രാമത്തിലേക്ക് പോയി. ആകാശത്തു കൂടെ അതിവേഗം പോവുകയാണ്, വായുവേഗത്തിൽ പോകുന്ന ആ ഹനുമാൻ പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ട, അതാണ് രാമതീർത്ഥം, പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ട സമന്തപഞ്ചക തീർത്ഥത്തിനെയും സരയൂ മഹാനദിയെയും കണ്ടു. പോണ വഴിക്ക്, അതായത് ഹനുമാൻ ആകാശത്തു കൂടെ പോവുകയാണല്ലോ വായുവേഗത്തിൽ. ആ സമയത്ത് താഴത്തെ ഭൂമിയിലെ ഈ സമന്തപഞ്ചകം, അതായത് പരശുരാമൻ ഇവരൊക്കെ കൊന്നിട്ടേ തീർത്ഥം ഉണ്ടായില്ലോ, ആ തീർത്ഥവും അത് കഴിഞ്ഞിട്ട് പിന്നെ സരയൂ നദിയും കണ്ടു. അതിനെയൊക്കെ കടന്നു, അതൊക്കെ കടന്ന് നദിയൊക്കെ കടന്ന് സന്തോഷമായിട്ട് നന്ദിഗ്രാമത്തിലെത്തി. അതായത് അവിടെ ഭരതൻ്റെ ആ ഭക്തിയുള്ള ഭരതൻ ഭരിക്കണ അല്ലെങ്കിൽ ഭരതൻ ഇരിക്കണ നന്ദിഗ്രാമത്തിലെത്തിയപ്പോൾ ശരിക്കും പറയാച്ച ഹനുമാനൊരു പ്രത്യേക സന്തോഷം ഉണ്ടായി. കാരണം അത്ര ഭക്തനാണ്. സോപശ്ചദ്രാമതീർത്ഥം ച സരയും ച മഹാനദീം താം അതിക്രമ്യ ച, അതും കടന്നർത്ഥം. സരയൂ നദിയും മറ്റേ തീർത്ഥവും കടന്ന് ഹനുമാൻ നന്ദിഗ്രാമം യയൗ മുദ, നന്ദിഗ്രാമത്തിലെത്തി. അത്ര സന്തോഷം. ഭരതൻ അതിലേറെ ഒരു ഭക്തനല്ലേ. ഇനി നമുക്ക് 4 ശ്ലോകം ഒന്നിച്ചാണ്. ക്രോശമാത്രേ ത്വയോധ്യായാശ്ചീരകൃഷ്ണാജിനാംബരം ദദർശ ഭരതം ദീനം കൃശമാശ്രമവാസിനം. പാവം, കാട്ടിൽ ജീവിക്കണ പോലെ ജീവിക്കണ പരോശായിരുന്നു. മലപങ്കവിദിഗ്ധാംഗം ജഡിലം വൽക്കലാംബരം ഫലമൂലകൃതാഹാരം രാമചിന്താപരായണം പാതുകേതേ പുരസ്കൃത്യ ശാസയന്തം വസുന്ധരാം മന്ത്രിഭിഃ പൗരമുഖ്യൈശ്ച കാഷായാംബരധാരിഭിഃ വൃതദേഹം മൂർത്തിമന്തം ധർമ്മമിവ സ്ഥിതം ഉവാച പ്രാഞ്ജലിർവാക്യം ഹനുമാൻ മാരുതാത്മജ. എന്താണ് ഭരതൻ്റെ രൂപം എന്താ അറിയോ? അയോധ്യയാഹ ക്രോശമാത്രേ, അയോധ്യയിൽ നിന്ന് 4 നാഴിക, ക്രോശം ച 4 നാഴികയാണ് അത്രേ. അപ്പം അയോധ്യ എന്ന ക്രോശമാത്രേ 4 നാഴിക ദൂരത്തിൽ ചീരകൃഷ്ണാജിനാംബരം, അതായത് പിന്നെന്താണ് ഈ അതായത് എന്താണ് ഈ മരവുരി, അതാണ് മരവുരിയും കൃഷ്ണമൃഗത്തോലും വസ്ത്രമായിട്ട് ധരിച്ചവനും, മരവുരിയും കൃഷ്ണമൃഗത്തോലും വസ്ത്രമായി ധരിച്ചിരിക്കുന്നവനും, അതാണ് ചീരകൃഷ്ണാജിനാംബരം എന്ന് പറഞ്ഞാൽ. കൃഷ്ണമൃഗം വെച്ചാൽ മാനിൻ്റെ തോലും മരവുരിയാണ് ധരിച്ചിരിക്കണേ. മലപങ്ക വിദിഗ്ധാംഗം, ചളിയൊന്നും ശരിക്കും വേണ്ട പോലെ കുളിക്കുകയും അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ മുങ്ങി എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ദേഹാഭിമാനം അത്ര ഇല്ലാതെയാണ് അത്രയും കാലം ഇരുന്നത്. അതുകൊണ്ടാണ് മലപങ്ക വിദിഗ്ധാംഗം ചളി പിടിച്ചിരിക്കുന്ന ദേഹത്തോടു കൂടിയവനും, ജഡിലം ജഡണ്ട് തലയിലൊക്കെ, വൽക്കലാംബരം ജഡിലം ജടകളോട് കൂടിയും വൽക്കലാംബരം മരവുരെടുത്തിരിക്കുന്നവനും, ഫലമൂലകൃതാഹാരം, അതായത് വെറും ഫ്രൂട്ട്സും കിഴങ്ങും മാത്രം ഭക്ഷിക്കുന്നവനും, രാമചിന്താപരായണം, രാമനെപ്പറ്റി മാത്രം ചിന്തിക്കുന്നവനും, അതിൽ മുഴുകിയവനും, തേ പാതുകെ, ആ രാമൻ്റെ പാതുകങ്ങളെ പുരസ്കരിച്ചിട്ട് അതിനെ മുൻനിർത്തിയിട്ട്, വസുന്ധരാം ശാസയന്തം, ഭൂമിയെ ഭരിക്കുന്നവനും, കാഷായാംബരധാരിഭി, കാഷായ വസ്ത്രം ധരിച്ചിരിക്കുന്ന മന്ത്രിമാരും കാഷായ വസ്ത്രമാണ്, പൗരമുഖ്യ, പുരവാസികളിൽ പ്രധാനികളാലും, അതായത് വലിയ പൗരമുഖ്യന്മാരൊക്കെ ഭഗവാൻ വരണവരെ ഈ കാവ്യവേഷമാണ്.
വൃതദേഹം ചുറ്റപ്പെട്ട ദേഹത്തോടു കൂടിയവനും, അതായത് അവരൊക്കെ 4 പുറമുണ്ട്, മന്ത്രിമാരും ബാക്കി പിന്നെ പിന്നെ അയോധ്യയിലത്തെ പ്രമുഖന്മാരും. മൂർത്തിമന്ദം, അതായത് അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു മൂർത്തിയോട് അങ്ങനത്തെ ശരീരത്തോടു കൂടിയ സാക്ഷാൽ ധർമ്മം ഇവ സ്ഥിതം, പ്രത്യക്ഷ ധർമ്മമാണെന്ന് തോന്നുമാറ് ഇരിക്കുന്ന, ധർമ്മം തന്നെ സ്വരൂപം കൊണ്ടുവന്നവനാണോ എന്ന് തോന്നുമാറിയിരിക്കുന്ന ഭരതനെ ദദർശ കണ്ടു. മാരുതാത്മജ ഹനുമാൻ പ്രാഞ്ജലി, അതായത് കൈകൂപ്പിയിട്ട് ഉവാച ഭരതനോട് പറഞ്ഞു. എന്താ അറിയോ, അയോധ്യ എന്ന് വെറും 4 നാഴിക ദൂരമുള്ള ഒരു ചെറിയ ഗ്രാമമാണ് നന്ദിഗ്രാമം. ആ നന്ദിഗ്രാമത്തിലെ ആശ്രമത്തിൽ താമസിക്കണ ഭരതനെ ഹനുമാൻ കണ്ടു. എന്താ ഭരതൻ്റെ ആകൃതി, വേഷം, ഭാവം ഒക്കെ വിസ്തരിക്കുന്നുണ്ട്. എന്താണ്, ഒരു ചെറിയ വസ്ത്രം ഉടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതെ കൃഷ്ണമൃഗത്തോലും അതിൻ്റെ മീതെ മരവുരിയും, അതാണ് ചീരം എന്ന് പറഞ്ഞ ചെറിയൊരു വസ്ത്രം കഷ്ണം, അതിൻ്റെ മീതെ കൃഷ്ണമൃഗത്തോല, അതിൻ്റെ മീതെ മരവുരി ഉടുത്തിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് ഭഗവാൻ കാട്ടിൽ കഴിഞ്ഞ അതുപോലെ കഴിയണതേ. പിന്നെയോ വളരെ ശരീരമൊക്കെ മെലിഞ്ഞിരിക്കുന്നു, മുഖത്താണെങ്കിൽ നല്ല ദുഃഖം, ചളി പുരണ്ട ദേഹം, ശരീരത്തിലൊന്നും ശ്രദ്ധയില്ല. അതാണ് തലയിലൊക്കെ ജട, പിന്നെ വെറും ഫലങ്ങളും മൂലങ്ങളും, അതായത് കിഴങ്ങുകളും ഫ്രൂട്ട്സും എന്നർത്ഥം മാത്രമുള്ള ആഹാരം കൊണ്ടാണ് ഇങ്ങനെ മെലിഞ്ഞതേ. എപ്പോഴും രാമനെ തന്നെ ധ്യാനിച്ചിരിക്കുവാണ്. മനസ്സ് മുഴുവൻ രാമനിലാണ്. ശ്രീരാമൻ കൊടുത്ത ആ ശ്രീരാമൻ്റെ പാദുകങ്ങളെ മുൻനിർത്തി അതിൽ സമർപ്പിച്ചുകൊണ്ടാണ് രാജ്യം ഭരിക്കണത്. ഭൂമി പറഞ്ഞില്ലേ, രാജ്യം ഭരിക്കണത്. പിന്നെ കൂടെയുള്ളവരാരാ ചുറ്റപ്പെട്ടിരിക്കണ കാഷായ വസ്ത്രം ധരിച്ചിരിക്കണ മന്ത്രിമാരും അയോധ്യാവാസികളിൽ പ്രധാനികളും അല്ലെങ്കിൽ ബാക്കി അയോധ്യാവാസികളിലെ പ്രമുഖന്മാരും ഒക്കെ ചുറ്റപ്പെട്ടിരിക്കേണ്ട 4 പുറമുണ്ട്. അവരൊക്കെ കാവ്യവസ്ത്രം. ധർമ്മം തന്നെ സ്വരൂപം ധരിച്ചിരിക്കുകയാണോ എന്ന് നമുക്ക് കണ്ടാൽ തോന്നും ഭരതനെ. ഇങ്ങനെയൊക്കെയുള്ള ഭരതനെ കണ്ട ഉടനെ കൈകൾ കൂപ്പിയിട്ട് തൊഴുതുകൊണ്ട് ഹനുമാൻ ഇപ്രകാരം പറഞ്ഞു എന്നാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ 5 ശ്ലോകം വായിച്ച് നമുക്ക് ഇവിടെ നിർത്താം. പിന്നെ ഹനുമാൻ എന്താണ് ഭരതനോട് പറയണതാണ് കേട്ടോ. അപ്പോൾ ഈ 4 ശ്ലോകം ഞാൻ വായിക്കാം, എന്നിട്ട് നിർത്താം. ക്രോശമാത്രേ ത്വയോധ്യായാശ്ചീരകൃഷ്ണാജിനാംബരം ദദർശ ഭരതം ദീനം കൃശം ആശ്രമവാസിനം. കൃശം ചാൽ മെലിഞ്ഞിട്ടെന്ന് പറഞ്ഞില്ലേ, ഫ്രൂട്ട്സും ഇത് മാത്രമേ ഉള്ളേ. പിന്നെ ഒരു തുണിയും അതിൻ്റെ മീതൊരു ചെറിയൊരു കൃഷ്ണമൃഗത്തോലും പിന്നെ മരവുരിയും. മലപങ്ക വിദഗ്ധാംഗം, അംഗങ്ങളൊക്കെ അവയവങ്ങളൊക്കെ അത്ര വൃത്തിയായിട്ടൊന്നുമില്ല, ദേഹാഭിമാനമില്ല. ജഡിലം ജഡണ്ട്, വൽക്കലാംബരം മരവുരി, ഫലമൂലകൃതാഹാരം, ഫലമൂലങ്ങൾ മാത്രം ആഹാരം. രാമചിന്താപരായണം, എപ്പോഴും രാമനെ ചിന്തിച്ചു കൊണ്ടിരിക്കണു. പാതുകേതേ പുരസ്കൃത്യ, പാതുകത്തിനെ മുൻനിർത്തിയിട്ട് ശാസയന്തം വസുന്ധരാം, ഭൂമി പരിപാലിക്കണു. മന്ത്രിഭി പൗരമുഖ്യൈശ്ച കാഷായാംബരധാരിഭി, കാഷായ വസ്ത്രം ധരിച്ച മന്ത്രികളും പിന്നെ എന്താണ് ഈ മുഖ്യന്മാരായിട്ടുള്ള പൗരന്മാരും. വൃതദേഹം മൂർത്തിമന്ദം സാക്ഷാൽ ധർമ്മമിവ സ്ഥിതം, ധർമ്മം രൂപമെടുത്ത് നിൽക്കുകയാണ് തോന്നും കണ്ടാൽ ഭരതനെ. അങ്ങനെയുള്ള ഭരതനോട് ഉവാച പറഞ്ഞു. എങ്ങനെ? പ്രാഞ്ജലിർ, കൈകൂപ്പിയിട്ട്. വാക്യം ഹനുമാൻ മാരുതാത്മജ, വായുപുത്രനായിട്ടുള്ള ഹനുമാൻ ഇങ്ങനെയൊക്കെയുള്ള ഭരതനോട് കൈകൾ കൂപ്പിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് 55 കഴിഞ്ഞ് നിർത്താം. ഇന്ന് നാളെ എന്താണ് ഹനുമാൻ ഭരതനോട് പറഞ്ഞതെന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പാ ശരണം.